പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, രോഗികളുടെ സങ്കേതമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മളിൽ പലരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് നെഞ്ചുവേദന. അത് ഹൃദയ സംബന്ധമായ അസുഖമാകാം, അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠയോ ഗ്യാസ്ട്രിക്കോ മൂലമാകാം. പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുന്നവർ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറിക്ക് നിർദ്ദേശിക്കപ്പെട്ടവർ, ഹൃദയമിടിപ്പിലെ അസ്വാഭാവികത അനുഭവിക്കുന്നവർ, ഇവർക്കായി നമുക്കിന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവൻ്റെ താളമായ ഹൃദയത്തെ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നമുക്ക് വേണ്ടി കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം. ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവുമാണ് നമ്മുടെ ജീവൻ. കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ തൻ്റെ മകൻ്റെ ഹൃദയവേദന കണ്ടുനിന്ന പരിശുദ്ധ അമ്മയ്ക്ക് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും വേദന നന്നായി അറിയാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന ദൈവിക വാഗ്ദാനം നമ്മുടെ ഹൃദയമിടിപ്പുകളെ ശാന്തമാക്കട്ടെ. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, നെഞ്ചുവേദനയാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹൃദയധമനികളിലെ ബ്ലോക്കുകൾ ഈശോയുടെ നാമത്തിൽ അലിഞ്ഞു പോകട്ടെ. രക്തയോട്ടം തടസ്സമില്ലാതെ നടക്കട്ടെ. ഹൃദയത്തിൻ്റെ വാൽവുകൾക്കുണ്ടാകുന്ന തകരാറുകളും വീക്കവും അമ്മ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ടവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ നൽകണമേ. ഓരോ ഹൃദയമിടിപ്പും കൃത്യമായ താളത്തിൽ ചലിക്കാൻ അമ്മ വഴി ഈശോ അനുഗ്രഹം നൽകട്ടെ. പ്രിയമുള്ളവരെ, അല്പസമയം നമുക്ക് നമ്മുടെ നെഞ്ചിൽ കൈവച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, ഗ്യാസ് ട്രബിൾ കാരണമുണ്ടാകുന്ന നെഞ്ചെരിച്ചിലും വേദനയും മൂലം ഹൃദയരോഗമാണോ എന്ന് ഭയന്ന് കഴിയുന്നവർക്ക് ആന്തരിക സമാധാനം നൽകണമേ. അമിതമായ ഉത്കണ്ഠ മൂലം നെഞ്ചിൽ ഭാരം അനുഭവപ്പെടുന്നവർക്ക് ശാന്തി നൽകണമേ. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാകട്ടെ. ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകൾ നീക്കം ചെയ്യപ്പെടട്ടെ. ശ്വാസം മുട്ടലോടുകൂടിയ നെഞ്ചുവേദന അനുഭവിക്കുന്നവർക്ക് പെട്ടെന്നുള്ള ആശ്വാസം നൽകണമേ. മരുന്നുകൾ കൃത്യമായി ഫലിക്കുവാൻ സഹായിക്കണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, നെഞ്ചിൽ ചെറിയൊരു വേദന വരുമ്പോൾ പോലും ഉണ്ടാകുന്ന വലിയ മരണഭയത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. എനിക്കൊന്നും സംഭവിക്കില്ല, ദൈവം എന്നെ കാക്കും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. കുടുംബത്തിൻ്റെ അത്താണിയായവർ രോഗശയ്യയിലാകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ആശങ്കകൾ അമ്മ കാണുന്നുണ്ടല്ലോ. ആയുസ്സും ആരോഗ്യവും നൽകി അവരെ കാത്തുകൊള്ളണമേ. ഹൃദയഭാരങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നമ്മുടെ പൂർണ്ണ ആരോഗ്യത്തിനായി കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൃപാസന മാതാവേ, നെഞ്ചുവേദനയാൽ കഷ്ടപ്പെട്ടിരുന്ന മക്കളെ അമ്മ സ്പർശിച്ച് അവർക്ക് വിടുതൽ നൽകണമേ. ഹൃദയത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സമാധാനമായി ഉറങ്ങുവാനും അമ്മ അവരെ സഹായിക്കണമേ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും നല്ല ഹൃദയാരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.